സുജേഷാണ്, കണ്ണൂരിൽ നിന്നാണ്. സാറിൻ്റെ ക്ലാസ് ഞാൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ഒരു ബുക്ക് എടുത്ത് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ച്, അതുപോലെ ഓക്സിലറി വേർബ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലായി. നല്ല സിമ്പിളായിട്ട് തന്നെയാണ് സാർ ക്ലാസ് എടുത്ത് തന്നത്. ഒരു കോൺഫിഡൻസ് കിട്ടി. ഇപ്പോൾ ഒരു എക്സാം എഴുതാൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇംഗ്ലീഷിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കിട്ടി. എന്തായാലും സൂപ്പർ ക്ലാസ് ആയിരുന്നു. താങ്ക് യു. നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇംഗ്ലീഷ് ചോദ്യങ്ങളെ കുറിച്ചാണ്. അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക. മെനി പീപ്പിൾ ഹാവ് ഡൈഡ് ഡാഷ് മലേറിയ. അനേകം ആൾക്കാർ മലേറിയ മൂലം മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ഫ്രം വരുമോ, ബൈ വരുമോ, ഓഫ് വരുമോ, വിത്ത് വരുമോ? നമുക്ക് കാര്യം, അസുഖവുമായി ബന്ധപ്പെട്ട് മരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ ഏതാണ്? ഓഫ് ആണ്. ഏതാണ്? ഓഫ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓഫ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓൾ ഹിസ് മണി ഡാഡ് സ്പെൻഡ് ഓൺ ദ ഹൗസ്. വേർ വരുമോ, ഹാവ് വരുമോ, ഹാസ് വരുമോ, വാസ് വരുമോ? എന്നുവെച്ചാൽ ആ വീടിന് വേണ്ടി അവന്റെ എല്ലാ പണവും ചെലവായെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കാം. ഓൾ ഹിസ് മണി എന്ന് പറയുമ്പോൾ ഈ ഓൾ കണ്ടുകൊണ്ട് പലരും വേറോ അല്ലെങ്കിൽ ഹാവോ എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ എന്തുകൊണ്ട് വരുന്നുണ്ട്? മണി എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ട്. മണി എന്ന് പറയുമ്പോൾ എന്താണ്? അൺകൗണ്ടബിൾ ആണ്. ഓക്കെ, അത് തുകയാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ സിംഗുലർ ആയിട്ടുള്ളതേ ഉപയോഗിക്കാവൂ. അങ്ങനെ അപ്പോൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഹാസ് അല്ലെങ്കിൽ വാസ് ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഈ സെന്റൻസ് എന്ന് പറയുന്നത് ഏത് വോയിസ് ആണ്? പാസീവ് വോയിസിലാണ് തന്നിരിക്കുന്നത്. കാരണം ഓൾ ഹിസ് മണി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. കാരണം പൈസ ചെലവായി എന്ന് പറയുമ്പോൾ പൈസ സ്വയം ചെലവാക്കുകയല്ലോ, പൈസ ചെലവാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് പാസീവ് വോയിസ് ആണ്. അങ്ങനെ പാസീവ് വോയിസിൽ വരുമ്പോൾ നമ്മൾ ബിയുടെ രൂപങ്ങളായിരിക്കണം എന്തിൻ്റെ കൂടെ എഴുതേണ്ടത്? V3 ഫോമിന്റെ കൂടെ എഴുതേണ്ടത്. ഈ തന്നിരിക്കുന്നത് V3 ഫോമാണ് സ്പെൻഡ് എന്ന് പറയുന്നത്. സ്പെൻഡ് എന്ന് പറയുന്ന വെർബിന്റെ V3 ഫോമാണ് സ്പെൻഡ്. ഇത് പാസീവ് വോയിസ് ആകുമ്പോൾ ഈ V3ക്ക് തൊട്ട് മുമ്പ് വരേണ്ടത് എന്തായിരിക്കണം? ബിയുടെ രൂപങ്ങളായിരിക്കണം. എന്താണ്? ബിയുടെ രൂപങ്ങൾ. ബിയുടെ രൂപങ്ങൾ എന്ന് പറയുമ്പോൾ ഈസ് വരാം, ആം വരാം, ആർ വരാം, വാസ് വരാം, വേർ വരാം, ഹാസ് ബീൻ വരാം, ഹാവ് ബീൻ വരാം, ഹാഡ് ബീൻ വരാം. ഓക്കെ, അല്ലെങ്കിൽ ബീയിങ് വരാം, ബീൻ വരാം, ഇതൊക്കെ വരാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് സിംഗുലർ ആയിട്ടുള്ളതിൽ ഹാസ് അല്ലെങ്കിൽ വാസ് എന്നത് സിംഗുലർ ആണ്. ഇതിൽ ബി ഫോം ആയിട്ട് വന്നിരിക്കുന്ന ഏതാണ്? വാസ് ആണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? വാസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓൾ ഹിസ് മണി വാസ് സ്പെൻഡ് ഓൺ ദ ഹൗസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഷീ ആസ്ക്ഡ് മീ ഡാഷ് ഐ കുഡ് ടൈപ്പ് ദ ലെറ്റർ. അവൾ എന്നോട് ചോദിച്ചു എനിക്ക് ആ ലെറ്റർ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കൺഫർമേഷന് വേണ്ടിയാണ് ചോദിക്കുന്നത്. കാരണം ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. അല്ലെ, അവൾ ചോദിച്ചു എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന്. പറ്റുമെങ്കിൽ ഞാൻ യെസ് എന്ന് പറയും, പറ്റത്തില്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അത്തരത്തിൽ വരുമ്പോൾ അതെന്താണ്? ഒരു കൺഫർമേഷന് വേണ്ടിയുള്ള ചോദ്യമാണ്. എവിടെ തൊട്ട്? ഈ ഡാഷ് തൊട്ട്. ഓക്കെ, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ ഡാഷിന്റെ ഭാഗത്ത് നമുക്ക് എന്തൊക്കെ എഴുതാം? ഒന്നുകിൽ വെദർ എഴുതാം, അല്ലെങ്കിൽ ഇഫ് എഴുതാം. എന്തെഴുതാം? ഒന്നുകിൽ വെദർ അല്ലെങ്കിൽ ഇഫ്. ഇവിടെ തന്നിരിക്കുന്നത് ഇഫ് ആണ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് എന്തെഴുതാം? ഇഫ് എഴുതാം. ഓക്കെ, അപ്പൊ ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ കുഡ് ടൈപ്പ് ദ ലെറ്റർ. എനിക്ക് ആ ലെറ്റർ ടൈപ്പ് ചെയ്യാൻ കഴിയുമോ എന്നവൾ ചോദിച്ചു എന്നാണ് അർത്ഥം. ഇനി നോക്കുക. ദ സിനോണിം ഓഫ് റീഡ്. റീഡ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. അത് സെയിം മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? ഇഗ്നോർ ആണോ, പെർറ്റൈൻ ആണോ, പെർസ്വാഡ് ആണോ, പെറൂസ് ആണോ? വായിക്കുക എന്നുള്ള വരിക എന്തായിരിക്കും? പെറൂസ് ആണ്. എന്താണ്? പെറൂസ്. അപ്പം ഡി ആണ് കറക്റ്റ് ആൻസർ. ദ സിനോണിം ഓഫ് റീഡ് ഈസ് പെറൂസ് എന്നാണ് വരേണ്ടത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹി ലോക്ക് ദ ഗേറ്റ് ഇൻ കേസ് സ്ട്രേഞ്ചേഴ്സ് ഡാഷ്. അവൻ ഗേറ്റ് ലോക്ക് ചെയ്തു. ഏത് സാഹചര്യത്തിൽ? സ്ട്രേഞ്ചേഴ്സ് അകത്ത് കടക്കും എന്നുള്ള സാഹചര്യത്തിൽ. അപ്പൊ അകത്ത് കടക്കുക എന്നുള്ള ഇംഗ്ലീഷ് എന്താ? ഗെറ്റ് ഇൻ ആണ്. ഇതാണ് ഗെറ്റ് ഇൻ. ആ ഗെറ്റ് ഇന്നിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ വരേണ്ടത്. കാരണം ഇത് പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞു നിൽക്കുന്നത്. ലോക്ക് ടെൻസ് എന്താ? പാസ്റ്റ് ടെൻസ് അല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പാസ്റ്റ് ടെൻസ് ഫോം ആണ് വരേണ്ടത്. അപ്പൊ ഗെറ്റിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഗോട്ട് ഇൻ ആണ്. ഇതാണ് ഗോട്ട് ഇൻ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
ട്രസ്റ്റ് നോ മാൻ ഡാഷ് ഡസ് നോട്ട് ലവ് ഹിസ് കൺട്രി. അതായത് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാത്തവനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഏത് വരും? അപ്പം വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമുക്ക് പറയേണ്ടത്. വ്യക്തികളുമായി ബന്ധപ്പെട്ട വരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഹൂ ഉപയോഗിക്കാം, ഹൂസ് ഉപയോഗിക്കാം, ഹും ഉപയോഗിക്കാം. ഇനി ഇവിടെ ഹൂ വരുമോ, ഹൂസ് വരുമോ, ഹും വരുമോ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? നോക്കുക, ഈ ഡാഷ് വരേണ്ട ഭാഗത്ത് സബ്ജക്റ്റ് ആണ് വരേണ്ടതെങ്കിൽ നമുക്ക് ഹൂ ഉപയോഗിക്കാം. ഈ ഡാഷ് വരേണ്ട ഭാഗത്ത് ഒബ്ജക്റ്റ് ആണ് വരേണ്ടതെങ്കിൽ നമുക്ക് ഹും ഉപയോഗിക്കാം. ഇനി ഡാഷ് വരേണ്ട ഭാഗത്ത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് വരേണ്ടതെങ്കിൽ നമുക്ക് ഹൂസ് ഉപയോഗിക്കാം. ഇവിടെ നോക്കുക, ഇവിടെ എന്താ പറയുന്നത്? സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാത്തവൻ. അപ്പം സ്നേഹിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രവൃത്തിയാണല്ലോ. ആ പ്രവൃത്തി ചെയ്യുന്ന ആളിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. പ്രവൃത്തി ചെയ്യുന്ന ആളിനെ നമുക്ക് സബ്ജക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് രൂപത്തിലുള്ള റിലേറ്റീവ് പ്രൊനൗൺ ആണ് വരേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്? ഹൂ ആണ് വരേണ്ടത്. എന്താണ്? ഹൂ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കണം? ഹൂ ആയിരിക്കണം. അത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡാഷ് വി റീച്ച് ദ സ്കൂൾ ദ ബെൽ ഹാഡ് റാങ്. ഇവിടെ നോക്കി, ഇവിടെ ആഫ്റ്റർ ആണോ, ആസ് സൂൺ ആസ് ആണോ, ബൈ ദ ടൈം ആണോ, ധോ ആണോ ഉപയോഗിക്കേണ്ടത്? നമുക്ക് ഈ തന്നിരിക്കുന്ന ഭാഗം എന്താ? ഈ രണ്ട് സെന്റൻസും പൊരുത്തക്കേടുണ്ടെങ്കിൽ, അതായത് യോജിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് ധോ ഉപയോഗിക്കാം. ഇനി ഈ ആദ്യത്തെ ഭാഗമാണ് രണ്ടാമത് നടന്നതെങ്കിൽ നമുക്കവിടെ ബൈ ദ ടൈം ഉപയോഗിക്കാം. നോക്കുമ്പോൾ ഇത് രണ്ടും എന്താണ് പൊരുത്തപ്പെട്ടു പോകുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് നമുക്കിവിടെ ധോ വേണ്ട. ഇനി നോക്കുക, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? വി റീച്ച് ദ സ്കൂൾ ദ ബെൽ ഹാഡ് റാങ്. ഇവിടെ നോക്കുമ്പോൾ ഈ രണ്ട് പാസ്റ്റ് ടെൻസിലെ സംഭവമാണ്. ഈ പാസ്റ്റ് ടെൻസിലെ ഈ ഭാഗം എന്ന് പറയുന്നത് റീച്ച്ഡ് എന്നാണ് വന്നിരിക്കുന്നത്. റീച്ച്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സിമ്പിൾ പാസ്റ്റ് ആണ്. എന്നാൽ രണ്ടാമത്തെ ഭാഗത്തിലോ ഹാഡ് റങ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ കഴിഞ്ഞ കാലത്തിലെ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റിലുള്ള ഭാഗം അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റിൽ വരുന്ന ഭാഗം എന്തായിരിക്കും? രണ്ടാമത് നടന്നതായിരിക്കും. ഇനി പാസ്റ്റ് പെർഫെക്റ്റിൽ നടന്നതോ അത് ആദ്യം നടന്നതായിരിക്കും. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ആദ്യം നടന്ന സംഭവം ഏതാണ്? ദ ബെൽ ഹാഡ് റാങ് എന്നുള്ളതാണ്. അതാണ് ആദ്യം നടന്ന സംഭവം. അതുകൊണ്ട് അത് പാസ്റ്റ് പെർഫെക്റ്റിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഭാഗം രണ്ടാമത് നടന്നതാണെന്ന് മനസ്സിലായി. അങ്ങനെ രണ്ടാമത് നടക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ബൈ ദ ടൈം ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ബൈ ദ ടൈം വി റീച്ച് ദ സ്കൂൾ, ഞങ്ങൾ സ്കൂളിൽ എത്തിയപ്പോഴേക്കും ദ ബെൽ ഹാഡ് റാങ്, മണി അടിച്ചിരുന്നു എന്ന അർത്ഥത്തില്ല, ബെല്ലടിച്ചിരുന്നു. അപ്പോൾ ബെല്ലാണല്ലോ ആദ്യം അടിച്ചത്, പിന്നീടാണ് ഞങ്ങൾ സ്കൂളിലെത്തിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത് സംഭവം. അതുകൊണ്ട് നമ്മളവിടെ ബൈ ദ ടൈം ഉപയോഗിച്ചു. ഇനി അടുത്ത ചോദ്യം, ദ സെക്രട്ടറി ആൻഡ് ദ പ്രസിഡന്റ് ഡാഷ് ആബ്സെന്റ്. അപ്പം ഇവിടെ ഈസ് വരുമോ, ആർ വരുമോ, ഹാസ് വരുമോ, ഹാവ് വരുമോ? ഹാസും ഹാവും വരത്തില്ല. കാരണം എന്താ? ഇവിടെ എന്താ പറയുന്നത്? സെക്രട്ടറിയും പ്രസിഡന്റും ആബ്സെന്റ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ ആണെന്ന് പറയണമെങ്കിൽ ഈസോ ആറോ ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഈസോ ആറോ ആണ് വരേണ്ടത്. ഇത് നോക്കുക, ദ സെക്രട്ടറി ആൻഡ് ദ പ്രസിഡന്റ്. ഈ ദ എന്ന് പറയുന്ന സംഭവം ഇവിടെ മാത്രമേ ഉള്ളായിരുന്നുവെങ്കിൽ, ദ സെക്രട്ടറി ആൻഡ് പ്രസിഡന്റ് എന്നായിരുന്നുവെങ്കിൽ നമുക്കെന്ത് ഉപയോഗിക്കാമായിരുന്നു? ഈസ് ഉപയോഗിക്കാമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒരാളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. എന്നാൽ ഇവിടെ എങ്ങനെ വന്നിരിക്കുന്നത്? ഇവിടെ രണ്ടിടത്തും ദായുണ്ട്. ദ സെക്രട്ടറി എന്നും ദ പ്രസിഡന്റ് എന്നും ഉണ്ട്. അങ്ങനെ രണ്ടിടത്തും വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായി മാറും? രണ്ടുപേരെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മൾ എന്തേ ഉപയോഗിക്കത്തുള്ളൂ? പ്ലൂറൽ ഫോമേ ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ആറായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ജിറാഫ് ഡാഷ്. ജിറാഫിന്റെ ശബ്ദമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ബ്ലീറ്റ്സ് ആണോ, ചിക്സ് ആണോ, ഗോബിൾസ് ആണോ, ഡ്രോൺസ് ആണോ? അതെന്തായിരിക്കും? ബ്ലീറ്റ്സ് ആയിരിക്കും. എന്താണ്? ബ്ലീറ്റ്സ്. ജിറാഫിന്റെ സൗണ്ട് എന്താണ്? ബ്ലീറ്റ്സ് എന്നാണ്. അന്റോണിം ഓഫ് ദ വേർഡ് മുൻഡെയിൻ. മുൻഡെയിൻ എന്ന് പറയുന്ന വാക്കിന്റെ അന്റോണിം, ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മുൻഡെയിൻ എന്ന് വെച്ചാൽ എന്താർത്ഥം? വിരസമായതെന്നർത്ഥം. ഇവിടെ നോക്കുമ്പോൾ പ്രൊസേക്ക് എന്ന് വെച്ചാൽ എന്താണ്? വിരസമായതെന്ന. സൂപ്പർബ് എന്ന് വെച്ചാൽ എന്താ? മനോഹരം എന്നാണ്. എക്സലന്റ് എന്ന് വെച്ചാൽ എന്താ? അതുല്യം എന്നർത്ഥത്തില്ല. എക്സൈറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? ഉത്സാഹമുള്ളതെന്നാണ്. അപ്പോൾ ഇവിടെ വിരസമായത് ആൻഡ് ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഉത്സാഹമുള്ളത് എന്നാണ്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? എക്സൈറ്റിംഗ് എന്നുള്ളതാണ്. എന്താണ്? എക്സൈറ്റിംഗ്. ആന്റോണിം ഓഫ് ദ വേർഡ് മുൻഡെയിൻ ഈസ് എക്സൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.